ഹായ് ഹലോ എല്ലാവർക്കും ആര്യസ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അച്ചിങ്ങയും സവാളയും കൂടി തീയൽ വയ്ക്കാൻ അല്ലെങ്കിൽ വറുത്തരച്ചത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നുള്ളതിന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കതിലേക്ക് കിടക്കാം. അച്ചിങ്ങ ഒടിച്ചത് ഞാൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് കരിവേപ്പില, അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ആക്കണേ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഗ്യാസ് കത്തിച്ച് അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിനി അടുപ്പത്തേക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിടാം. ആ പുളി നമുക്ക് എന്നിട്ട് പിഴിഞ്ഞ് വെന്ത് വന്ന അച്ചിങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. അതിനായി ഞാൻ ചീനച്ചട്ടി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത് എടുക്കാം. തേങ്ങ ചിരകി എടുത്ത് നമുക്കത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വറക്കണം. അതിൻ്റെ കൂടെ 2 ഉള്ളി ഇട്ടാൽ അല്പം കൂടി ടേസ്റ്റ് ആയിരിക്കും. 2 കരിവേപ്പില തണ്ടും ഇടാം. നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുന്നതിന് ശേഷം വേണം അതിൻ്റെ ചേരുവകൾ ആയ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുത്ത് അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വറക്കണം. അതിനുശേഷം നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തേങ്ങയിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിനി ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തൊടാണ്ട് വേണം ജാറിലിട്ട് അരച്ചെടുക്കാൻ. അതിനുശേഷം വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നമുക്കിനി ഒന്നും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിച്ച അച്ചിങ്ങയിലെയും സവാളയിലേക്കും ഇട്ട് കൊടുക്കാം. വടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ അരപ്പ് കഴുകി ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ആവണമല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അപ്പം ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായി കൂടി ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്ന് നമുക്കത് ഓഫ് ചെയ്യാം. അടുത്തത് കടുക് വറക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് താളിച്ച് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് അല്പം തീരെ തിരിച്ചൊഴിച്ച് അതൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അല്പം പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. വറുത്തരച്ച കറിക്ക് നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്പം പഞ്ചസാര ഇടുന്നത് ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നാടൻ വറുത്തരച്ച തീയൽ. അപ്പോൾ എൻ്റെ അച്ചിങ്ങയും ഉള്ളിയും കൂടി തീയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ഷെയർ ചെയ്യാനും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.